കോഴിക്കോട് മുസ്ലിം ആത്മീയ നേതാവിനെ വിമർശിക്കാൻ ഭാര്യയുടെയും മക്കളുടെയും വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതി. മുസ്ലിം സംഘടനയായ സാവിയത്ത് സൂഫിയയുടെ നേതാവിന്റെ കുടുംബത്തെ സമസ്ത AP വിഭാഗത്തിൽപ്പെട്ടവർ വേട്ടയാടുന്നു എന്നാണ് ആരോപണം. എന്നാൽ ഈ സംഭവത്തിൽ സംഘടനയ്ക്ക് ഒരു പങ്കുമില്ലെന്നാണ് AP വിഭാഗത്തിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സാവിയത്ത് സൂഫിയ സംഘടനയുടെ നേതാവിന്റെ കുടുംബാംഗങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് പിന്നാലെ സാവിയത്ത് സൂഫിയയുടെ നേതാക്കൾ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി. നേതാവിന്റെ ഭാര്യയുടെയും മക്കളുടെയും വീഡിയോ എടുത്ത മോശമായ രീതിയിൽ പ്രചരണം നടത്തുന്നത് സമസ്ത AP വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് തൊഴിയൂർ കുഞ്ഞുമുഹമ്മദ് സഖാഫിയും നൌഷാദ് അഹ്സനിയും ആരോപിച്ചു. ആദർശ വ്യതിയാനങ്ങൾ, ഈ സലഫി ചിന്താധാരയോടുള്ളവരുടെ അടുപ്പം, അതിനെ ഞങ്ങൾ ആദർശപരമായി നേരിടുന്നുണ്ട്. അതേസമയം അതിനെ അതേ രൂപത്തിൽ അവർക്ക് ആരോഗ്യപരമായി ഞങ്ങളെ വിമർശിക്കാം. അവിടെ എന്ത് ചെയ്യരുത്, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുക. ഈ ഒരു 10 വയസ്സായ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ആ കുട്ടിയുടെ കുട്ടികളുടെ ഫോട്ടോ എടുക്കുക, എന്നിട്ടത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് ലൈംഗിക ചൊവ്വ ഉണ്ടാകുന്ന രൂപത്തിലുള്ള കമൻറ്റുകൾ ഇടുക, സ്റ്റിക്കർ വർക്ക് നടത്തുക, എന്നിട്ടിത് വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോൾ ദുബൈയിൽ പഠിച്ചിരുന്ന ഞങ്ങളുടെ ഗുരുവരുടെ കുട്ടി, അവർ ഫാമിലി സഹിതം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. കാരണം കുട്ടികൾ പരസ്പരം പരിഹസിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയും കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി വരുന്നില്ല. പിന്നെ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷമാണ് കുട്ടിയെ നമ്മൾ വിടുന്നത്. AP വിഭാഗത്തിൽ നിന്ന് വിട്ടുപോയതിന്റെ പേരിലും AP വിഭാഗത്തിൽപ്പെട്ടവരെ വിമർശിച്ചതുമാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണമെന്ന് നേതാക്കൾ പറയുന്നു. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ നിന്നും ഇത്തരത്തിൽ വീഡിയോ എടുത്തയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 or 5 ഘട്ടങ്ങളിലായി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒളി ക്യാമറയായി വന്നു നിന്ന് അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അത് പൊതു മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇവർക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, FB പേജുകളുണ്ട്, യൂട്യൂബർമാരുണ്ട്, അവരെല്ലാവരും കൂടി പ്രചരിപ്പിച്ച് ഇതിനൊക്കെ ലൈംഗിക ചുവ കൊടുത്ത് ആളുകൾക്ക് മുമ്പിൽ പരിഹസിക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ കണ്ടുവന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മളെ ഗുരു ഈ അടുത്ത് മിഠായി തെരുവിൽ പോയൊരു സമയം, അതുപോലെ തന്നെ മാളുകൾ, ഇതിൻ്റെ ബാക്കിലൊക്കെ അവർ ഒളിഞ്ഞ് ക്യാമറ എടുക്കും. കൂടെ വൈഫും ഉണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ അടിയന്തര ഘട്ടത്തിൽ മുഖം മറക്കാതാവുകയൊക്കെ ചെയ്താൽ അത് ഹൈലൈറ്റ് ചെയ്ത് മുഖം മറച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ മോശമായിട്ട് ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് കളിയാക്കുക. അത് കഴിഞ്ഞ് ദുബൈയിൽ ചെന്നപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ വെച്ച് എന്ത് ചെയ്യാണ്, ഇവർ വീണ്ടും വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഈ വൈഫിനെ, 10 വയസ്സായ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയെ വരെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് ലൈംഗിക കമൻറ്റുകൾ കൊടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പറഞ്ഞു. ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായി. അവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ്. എന്നിട്ട് അവിടെ നിന്ന് കൂട്ടുകാരികളൊക്കെ കളിയാക്കിയിട്ട് പഠനം നിർത്തി. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അവിടെ വേറെ സ്കൂളിൽ ചേരാണ്ട്, എന്നാൽ തന്നെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയാണ് ഞങ്ങൾ പിന്നെ അതിലേക്ക് കൊണ്ടുവന്നത്. സമസ്ത AP വിഭാഗത്തിൽ നിന്നും ഭിന്നിച്ചുപോയവർ ഏറെയുള്ള സംഘടനയാണ് സാവിയത്ത് സൂഫിയ. ഇതിന്റെ നേതാവിനെ വിമർശിക്കാനാണ് കുടുംബാംഗങ്ങളെ വേട്ടയാടുന്നതെന്ന് ഇവർ പറയുന്നു. എന്നാൽ വീഡിയോ ചിത്രീകരണവുമായി സംഘടനയ്ക്കൊരു ബന്ധവുമില്ലെന്നാണ് AP വിഭാഗത്തിന്റെ നിലപാട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.